അവനവൻ അനുഭവിക്കുന്ന ജീവിതങ്ങളല്ലാത്തതൊക്കെ നമുക്ക് കെട്ടുകളായിട്ടാണ് തോന്നുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെഞ്ഞിരിച്ചിൽ അനുഭവപ്പെടുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ പ്രയാസം എന്താണ്. പ്രസവ വേദന സ്ത്രീകൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞത് പോലെ നെഞ്ഞിരിച്ചിൽ വന്ന ആൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ പല വിധത്തിലുള്ള ഒറ്റമൂലികളും നമ്മളൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെ ഇത് മാറാന്നുള്ളതായിരിക്കില്ല നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലിങ്ങനെ നമുക്കൊരു തേട്ടം ഉണ്ടാവും ഈ ഒരു ബുദ്ധിമുട്ടൊന്നും. കാരണം ചെറുപ്പക്കാരനാണ്, അധികം പ്രായമൊന്നും ആയിട്ടില്ല. അപ്പം ആ സമയത്തൊക്കെ ഇത് അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു പ്രയാസം ഉണ്ടാവും. കാരണം ഈ സമയത്തൊന്നും കാരണം കുറച്ച് പ്രായം ചെന്നൊക്കെ ഒരുപക്ഷെ സംഭവിക്കേണ്ട ഒരു കാര്യം നമുക്കിങ്ങനെ നിരന്തരമായിട്ട് അലട്ട മാത്രമല്ല അത് കൂടി വരിക. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ പോയപ്പോൾ അവിടെ വെച്ച് അവര് എനിക്ക് നല്ല വെളുത്തുള്ളി ചുട്ടിട്ട് കഴിക്കാൻ തന്നു. എൻ്റെ ജീവിതത്തില് ആ ഒരു വെളുത്തുള്ളി കഴിച്ചതാണ് ഒരു ആഴ്ചയോളെങ്കിലും എൻ്റെ ഈ നെഞ്ഞിരിച്ചിലിന്റെ പ്രയാസം കുറച്ചെങ്കിലും എന്നെ മാറ്റരുത്. അല്ലാതെ ഞാൻ ആയുർവേദ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്, അലോപ്പതി ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്, അങ്ങനെ വൈദ്യന്മാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ആയുർവേദ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവർ ഒരുപാട് തരത്തിലുള്ള കഷായം പോലെയുള്ള സാധനങ്ങളും അതും ഇതൊക്കെ തരും. നമുക്കത് രാവിലെ എല്ലാവർക്കും പ്രയാസമാണ്, അതൊക്കെ ഉണ്ടാക്കി തന്ന് അതൊക്കെ അതിന്റെ പഥ്യം വെച്ചൊക്കെ കഴിക്കണമെങ്കിൽ ഇന്ന സാധനങ്ങൾ അത് കഴിക്കരുത്, ഒഴിവാക്കണം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് തരിക. അല്ലാതെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കഴിക്കുന്നവർക്കറിയാം. അലോപ്പതി ആകുമ്പോൾ വളരെ സിമ്പിളാണ്, സൈഡ് എഫക്റ്റ് ഒരുപാട് ഉണ്ടാവും, മറ്റു പല അവയവങ്ങൾ അടിച്ചു പോകുന്നുള്ളൂ, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. 1-2 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്രശ്നങ്ങൾ മാറും. പക്ഷെ അലോപ്പതി കഴിച്ചാലും അത് പിന്നെയും ഒരാഴ്ച ഒക്കെ ആവുമ്പോഴേക്കും, ഒരാഴ്ച പോലും നിൽക്കൂല. ഞാൻ പറഞ്ഞല്ലോ, ഈ വെളുത്തുള്ളി കഴിച്ചതാണ് എൻ്റെ ലൈഫിൽ ഒരു പരമാവധി ആ സമയം വരെ അതിനൊരു ആശ്വാസം തന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു 3 വർഷത്തോളം 2017-18 കാലഘട്ടങ്ങളിലൊക്കെ ഈ പ്രയാസമായിട്ട് മുന്നോട്ട് പോവുമായിരുന്നു. അപ്പൊ ഇത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മയ്ക്കറിയാം, ഉപ്പയ്ക്കറിയാം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തില് മക്കളെ കുറിച്ച് വേദനിക്കുക സ്വന്തം മാതാപിതാക്കളായിരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ മാതാപിതാക്കൾക്ക് വേദനിക്കുന്ന അത്ര ഒരാൾക്കും അല്ലെ, അത്രയും ഒരു പ്രയാസം നമുക്ക് പോലും ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കണ്ടൊരു പ്രതിവിധി ഇല്ലാതെ അവർ അലഞ്ഞു നടക്കുകയാണ്. പല സ്ഥലത്തും ഞാൻ പോകുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് ഭാഗ്യവശാല് എൻ്റെ ഫാദർ ഈ മേഖല ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് ഫാദറും തുടക്കക്കാരനാണ്, ഫാദറിന് അറിയില്ല. കാരണം ഒരു വ്യക്തി പരിചയപ്പെടുത്തിയാണ്, ഫാദറിന് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ ഒരു മേഖലയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചെറിയ മനസ്സിൽ ഒരു ചെറിയ ആത്മവിശ്വാസക്കുറവുണ്ട്. പിന്നെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള വലിയ പ്രശ്നങ്ങൾ നടത്തുമ്പോഴാണ്. പക്ഷെ ഇതിനോട് പറയണമെന്ന് ഫാദറിന് ആഗ്രഹമുണ്ട്. കാരണം ഫാദറിന് അറിയാം ഇതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിവഗെയിൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിലുണ്ട്, പക്ഷെ അത് എന്നോട് പറയാൻ ഫാദറിന് അത്രയ്ക്ക് അങ്ങോട്ട് ആത്മവിശ്വാസം പോരാ. പക്ഷെ അങ്ങനെ ഫാദർ എന്ത് ചെയ്യും, മരുമകൾ വഴി, അതായത് ഭാര്യ വഴി പിന്നെ എന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. നേരിട്ട് പറയാൻ ഇത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് കുറവ് ഉള്ളത് കൊണ്ട്, പിന്നെ ഞാനെന്ന് പറയുന്നത് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഗതിയാണെങ്കിൽ അതിനോട് പരിപൂർണമായിട്ട് നോ എന്ന് പറയുന്ന ഒരാൾ കൂടിയാണ്. അപ്പം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളെ എങ്ങനെ മരിക്കണം എന്നുള്ളത് അവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഇന്റൻഷൻ കൂടി അതിൽ വളരെ പ്രധാനമാണ്. കാരണം ഫാദർ ഒരിക്കലും ഒരു മകന് എന്ത് ചെയ്യൂല, അയാൾക്ക് ദോഷം വരുന്നൊരു കാര്യം എന്തായാലും ചെയ്യൂല. അപ്പം ഫാദറിന്റെ ആ മനോഹരമായ ഇന്റൻഷൻ, മകനാണ്, അയാളുടെ അസുഖത്തിന് ഒരു ഭേദം വേണം, ഒരു കുറവ് വേണം എൻ്റെ കുട്ടി അനുഭവിക്കുന്ന പ്രയാസത്തിന്. അപ്പം ആ ഒരു നല്ല ഇന്റൻഷൻ, അല്ലാതെ ലാഭമോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല ഫാദർ ഈ ഒരു കാര്യം എൻ്റെ മുൻപിലേക്ക് ഭാര്യ വഴി എത്തിക്കുന്നത്. അങ്ങനെ ഭാര്യയുടെ സപ്പോർട്ട് കൂടി ആയപ്പോൾ ഞാൻ എന്ത് തീരുമാനിച്ച്, എല്ലാവരും ഒന്നും പറയുന്നതല്ല, കാരണം നമ്മൾ സ്നേഹിക്കുന്ന ആളുകള് എല്ലാരും കൂടെ പറയുമ്പം നമ്മളതിനിപ്പോ അതെന്ത് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിലും നമ്മൾ അതൊന്ന് അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അനുസരിച്ച് നോക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്ത് ചെയ്തു, ഫാദറിന്റെ കയ്യിൽ നിന്ന് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഒരു ബോട്ടില് ലിവഗെയിൻ ലിക്വിഡ് വാങ്ങി എന്ത് ചെയ്തു, ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന സമയം പ്രത്യേകിച്ച് എനിക്ക് ജോലി നഷ്ടപ്പെട്ടൊരു സമയം കൂടിയാണെന്നുള്ളത് നമ്മൾ അറിയട്ടെ. കാരണം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കൊറോണ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ജോലി ഇല്ലാത്തൊരു സമയം, പലർക്കും വീട്ടിലിരിക്കേണ്ട ടൈമായി. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തു, സാമ്പത്തികമായിട്ടും
വളരെയധികം പുറകോട്ട് പോയി. എല്ലാവരും സാമ്പത്തികമായിട്ട് വളരെയധികം, കാരണം നമുക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, വരുമാനമല്ല, വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി ഉണ്ടാക്കി നട്ട് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മളെല്ലാവരും അനുഭവിച്ചൊരു സമയമാണ്. അപ്പം ആ സമയത്ത് ആണ് എന്നോട് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്ന് നമ്മുടെ ലിവഗേന്റെ വില 235 രൂപയാണ് അതിന്റെ MRP വിലയുള്ളത്. ഇന്ന് നമുക്ക് 264 രൂപയായി. അപ്പൊ 235 രൂപ MRP ഉള്ള സമയത്ത് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഫാദർ കൊണ്ടുവന്ന്, നമ്മൾ ആലോചിക്കുക, ആ സമയത്ത് തരുന്ന സമയത്ത് നമുക്കൊരു വരുമാനമില്ല. അപ്പം ഈ 235 രൂപയ്ക്ക് ഫാദർ എനിക്ക് ഈ പ്രൊഡക്റ്റ് തന്നപ്പം ഫാദർ എന്നോട് ക്യാഷ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞു, ആ വേണം, എത്ര വേണ്ടത്? 235 രൂപയും വേണം. അപ്പൊ സത്യം പറഞ്ഞാല് എനിക്ക് അപ്പൊ ഉള്ളിലൊരു വല്ലാത്ത പ്രയാസം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഒരു സാമ്പത്തികമായിട്ട് നമ്മളെല്ലാവരും, ഫാദറിനും അറിയാം, സാമ്പത്തികമായിട്ട് എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ഒരു ബാപ്പ മക എന്നുള്ള നിലയ്ക്ക് സാധാരണ അല്ലേ, എന്താണ്, ചിലപ്പം മോനെ ഇത് വെറുതെ കഴിച്ചോന്ന് വരെ വാപ്പാര് പറയും. പക്ഷെ എന്റെ വാപ്പ 235 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് എന്ത് ചെയ്ത് വലിയ മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാക്കി. അപ്പം ഈ സമയത്ത് എന്നോട് 235 രൂപ വാങ്ങിക്കേ, അതൊരു ശരിയല്ലല്ലോ, അതും എന്റെ ഉപ്പല്ലേ എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടായി. അപ്പോ ഞാൻ എന്തായാലും അത് വാങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് 235 രൂപയും എന്ത് ചെയ്തു, കൊടുത്ത ഉൽപ്പന്നം വാങ്ങി. അങ്ങനെ വാങ്ങി 235 രൂപയ്ക്ക് വാങ്ങിയ സമയത്ത് ഞാൻ അപ്പോഴും ക്യാഷ് ഫാദറിന്റെ കൈ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ട്, ഫാദർ എന്തെങ്കിലും ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്ത് തരും, കുറച്ച് തരും എന്നൊക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ആ 235 രൂപയും പുള്ളി വാങ്ങി. ഇപ്പൊ എന്തൊരു കണ്ണിച്ചാരില്ലാത്ത പരിപാടിയാണ് അല്ലേ. എന്റെ ഉപ്പ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് പറ്റേ കണ്ണിച്ചോറില്ലാത്ത ആളായി പോയോ എന്നൊക്കെയുള്ള ഒരു നെഗറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിലേക്കായിരുന്നു. അങ്ങനെ ഞാൻ ഏതായാലും ഇത് വാങ്ങിച്ചു. കാരണം എനിക്ക് എന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇത് എല്ലാം കഴിച്ചു നോക്കി, ഇനിയിപ്പോ എന്ത് ചെയ്യാം, ഇതുകൂടെ പരീക്ഷിക്കാം എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഒരു വിശ്വാസവും ഇല്ല എന്റെ ഈ ഒരു നെഞ്ഞരിച്ചിൽ മാറുന്നുള്ളത്. അപ്പം ഈ ഒരു ബോട്ടിലിന്റെ കയ്യിൽ തന്നപ്പം ഉപ്പ എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. അത് അന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ബിസിനസിന്റെ പ്രത്യേകത അതാണ്, നമ്മുടെ അപ്ലൈൻ പ്രൊഡക്റ്റ് പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയില്ല, നമ്മളായിട്ട് ഉൾക്കൊള്ളില്ല. അത് നമ്മുടെ കുഴപ്പമാണ്, നമുക്കൊരു മനസ്സിലാവുകയില്ല. അങ്ങനെ പുള്ളിന്റെ കയ്യില് ഈ ഒരു ബോട്ടിൽ തന്ന സമയത്ത് ഞാനത് വാങ്ങിച്ച് എന്നോട് പറഞ്ഞു, ഈ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ നല്ലവണ്ണം കുപ്പി ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിനൊരു 2 മൂടി, 10 ml എന്നാണ് ഇതിന്റെ കണക്ക്, ഇതിന് 2 മൂടി എടുത്താൽ 10 ml ആവും എന്ന് രാവിലെയും രാത്രി എന്ത് ചെയ്യാം, കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞ് ഞാനത് ഓക്കെ പറഞ്ഞപ്പോ അതിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്തു, 3 മാസം നീ ഇങ്ങനെ കഴിച്ചാല് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറും. അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത്, 235 രൂപയും വാങ്ങിച്ച് ഈ ബോട്ടിൽ തന്ന അല്ലെ എന്റെ ഉപ്പാനോട് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാം, 3 മാസം ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇത് വാങ്ങിക്കേ, ഞാൻ വാങ്ങിക്കൂല. അതാണ് എന്റെ മനസ്സിൽ. കാരണം ഇതുണ്ടാക്കുന്നത് എന്റെ ഉപ്പയൊന്നും അല്ലല്ലോ. ഇതേതോ ഒരു കമ്പനി ഏതോ ഒരു ബോട്ടിൽ, ഒരു ചുവന്ന ബോട്ടിൽ ഉപ്പാനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുത്തു. ഞാൻ ഉപ്പാനെയുള്ള വിശ്വാസം കൊണ്ട് ഞാനത് വാങ്ങിച്ചു. അപ്പം കമ്പനി പഠിപ്പിച്ചു വിട്ടു ഉപ്പാനോട് 235 രൂപ വാങ്ങിക്കണം, ഒരാൾക്ക് ഒരു കുറവും വരുത്തി കൊടുക്കരുത് എന്നൊക്കെ ഉപ്പാനെ പഠിപ്പിച്ച് ഉപ്പാൻ എന്ത് ചെയ്ത് മാനസികമായിട്ടും അതൊക്കെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്റെ ഒപ്പം പക്ക ബിസിനസ്സുകാരനായിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു ലെവലിലാണുള്ളത്. അപ്പൊ ഞാനത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ തുടങ്ങി. എന്തായാലും എനിക്കൊരു മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവം, നമ്മൾ എന്ത് കിട്ടിയാലും മുതലാക്കുന്നതാണ്. അത് നമ്മളൊരു രൂപ കുറയാതെ വാങ്ങിച്ചാണെങ്കിൽ അത് എന്ത് വിഷമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് മരിച്ചാലും കഴിച്ചാലും, ഞാൻ അങ്ങനെ ഒരു ടൈപ്പ്. അത് കഴിച്ചാൽ മരിച്ചു പോയാലും വേണ്ടില്ല, 235 രൂപ മുതലാക്കിയേ അടങ്ങുള്ളൂ എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് ഞാൻ ഈ ബോട്ടിൽ വാങ്ങി കൃത്യമായിട്ട് കഴിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ നമുക്കൊരു ബോട്ടിൽ എന്നുള്ളത് 200 ml ആണുള്ളത്. ആ 200 ml 10 ദിവസത്തേക്ക് ഒരു ബോട്ടിലാണ് ഉണ്ടാവുക. കൃത്യമായിട്ട് കഴിക്കുന്ന ഒരാൾ 10 ദിവസം കഴിയുമ്പോൾ ബോട്ടിൽ തീരും. കാരണം 200 ml ഒരു ദിവസം 20 ml വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ 10 ദിവസത്തേക്ക് ആ ബോട്ടിൽ തീരും. അങ്ങനെ 10 ദിവസം ആയപ്പോഴേക്ക് എന്റെ ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞു. പക്ഷെ ഞാൻ എന്നും അത്ഭുതത്തോടു കൂടിയും അവിശ്വാസത്തോടു കൂടിയും, കാരണം അന്ന് നമുക്ക് പക്കാ നെഗറ്റീവ് മൈൻഡ് ആട്ടോ, ഒറ്റ പോസിറ്റീവ് മൈൻഡ് ഇല്ല. അപ്പൊ എന്നിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോലും ഞാൻ കൃത്യമായി കഴിച്ചത് കൊണ്ടായിരിക്കും
കാരണം കൃത്യമായ ഉപയോഗം നമ്മുടെ പ്രൊഡക്റ്റിന്റെ നിർബന്ധമാണ്. നമ്മുടെ ഒരു പഥ്യം എന്ന് പറയുന്നത് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട പഥ്യം. അപ്പം അത് കഴിച്ച് 10 ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ എന്റെ നെഞ്ഞരിച്ചില് കുറഞ്ഞ് 10 ദിവസം കൊണ്ട് പരിപൂർണമായിട്ട് ആ പ്രശ്നം ഇല്ലാതെയായി. എത്ര പേര് എന്നെ കേൾക്കുന്നവർ ഇതിപ്പോ വിശ്വസിക്കുന്നു എനിക്കറിയില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം ഞാന് വന്ന സമയത്ത് അവിശ്വസിക്കാത്ത ആളെ പോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ ഇത് കേൾക്കുമ്പോ ഇയാള് തള്ളുകയാണെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാള് സങ്കടപ്പെടേണ്ട. നിങ്ങൾ തെറ്റൊന്നുമല്ല ചെയ്യുന്നത്. കാരണം നിങ്ങളെ പോലെ തന്നെ മാനസികാവസ്ഥ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ബോട്ടിൽ 10 ദിവസം കുടിച്ചതിന്റെ അടിസ്ഥാനത്തില് എനിക്ക് പിന്നെ നെഞ്ഞിരിച്ചിൽ അനുഭവപ്പെടുന്നില്ല. അപ്പൊ എന്നോട് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചതൊന്നും പറഞ്ഞിട്ടില്ല, ഒരു പഥ്യവും ഇല്ല. എങ്കിലും എനിക്കൊരു പേടിയുണ്ട് ഭക്ഷണം. അപ്പൊ അതൊന്നെ സഹായിച്ചെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ഭക്ഷണം കഴിക്കുമ്പം അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നമുക്ക് ഒരുപാട് ഭക്ഷണങ്ങളോട് വിരക്തി തോന്നുന്നത് സത്യത്തിൽ നമ്മുടെ ശരീരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ അറിയാറില്ല. കാരണം ആ ഭക്ഷണം നമുക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പല പ്രശ്നങ്ങളിലും, എല്ലാ പ്രശ്നങ്ങളിലും അല്ല ഞാൻ പറഞ്ഞത്, പല പ്രശ്നങ്ങളിലും, എല്ലാ പ്രശ്നങ്ങളിലും അതുപോലെ ആയിരിക്കില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്താണ്, ആ വിരക്തി നമ്മുടെ ശരീരത്തെ അധികം അനാരോഗ്യകരമാക്കി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ എടുക്കുന്ന ഒരു പ്രതിരോധമാണ്. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയുണ്ട്. അതായത് എന്താണ് ഇനി സംഭവിക്കാൻ. കാരണം ബാപ്പ ഒരു കാര്യം എല്ലാം സൂചിപ്പിച്ചു വിട്ടിട്ടുണ്ട്, 3 മാസം ഇത് കഴിക്കണം. അപ്പൊ ഞാൻ കരുതി ഒരാഴ്ച കൊണ്ട് ഇത്രയും ഡോക്ടേഴ്സും ആയുർവേദ വൈദ്യന്മാരും ഒക്കെ പറഞ്ഞിട്ടും മാറാത്തൊരു പ്രശ്നം ഒരു 10 ദിവസം കൊണ്ട് ഈ ഒരു ബോട്ടിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഒരു ഭാഗത്ത് മനസ്സ് പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് മനസ്സ് പറയുന്നുണ്ട് ഇതിൽ എന്തോ വലിയൊരു കെമിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുത്തിക്കയറ്റിയിട്ടുണ്ട്. 100% ഉറപ്പാണ്. അപ്പം അന്നത്തെ മനസ്സ് എന്തിലാണ് കാരണം നിൽക്കുക. കാരണം ഇതിലെന്തോ കെമിക്കൽ ഉണ്ട് എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ. അല്ലാതെ എനിക്കൊരു വിശ്വാസം വരുന്നില്ല. കാരണം 10 ദിവസം കൊണ്ട് എനിക്ക് 3 വർഷമായിട്ട് സത്യം പറയാലോ, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടും മാറാത്തൊരു സാധനം മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയൂല. ഏതായാലും ഞാൻ വിചാരിച്ചു 10 ദിവസം കൊണ്ട് എന്റെ അസുഖം മാറിയല്ലോ, എനിക്കിപ്പോ ഈ സമയത്ത് 235 ഒന്നും മുടക്കുകയും വേണ്ട, എന്റെ അസുഖവും ചുടൂലും മാറി കിട്ടി, ഏതായാലും അതിൽ നിർത്താം. ഇനി വാപ്പ പറയുന്ന കാര്യമൊന്നും എന്ത് ചെയ്യണ്ട, ശ്രദ്ധിക്കണ്ട. കാരണം 235 രൂപ വാങ്ങിയ ആളല്ല എന്നോട്, മകനായ എന്നോട് 235 രൂപ വാങ്ങിയ ആളായതുകൊണ്ട് ഇനി പുള്ളിയുടെ പത്ത് മാറി നടക്കാം, 3 മാസം ഒന്നും കഴിക്കണ്ട, അത് പുള്ളി പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയാം. സർക്കാർ ഇപ്പൊ എന്റെ മാറിയിട്ടുണ്ട് എന്നുള്ള ലെവലിലൊക്കെ ഞാൻ പോയി. അങ്ങനെ ഒരു 3-3.5 മാസം കഴിഞ്ഞപ്പോ പതുക്കെ വീണ്ടും ഒരു 3.5 മാസത്തേക്ക് എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ആ ഒരു ഒറ്റ 10 ദിവസത്തെ ഉപയോഗം കൊണ്ട് 3.5 മാസത്തേക്ക് എനിക്കൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ 3.5 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ഞാൻ എന്റെ ഭക്ഷണ രീതിയൊക്കെ പഴയ പടിയിലാക്കി പൊരിച്ചോ കരിച്ചോ ഒക്കെ നല്ല തകൃതിയായിട്ട് അടിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ മറന്നുപോലും, നമ്മൾ മനുഷ്യന്മാരുടെ സ്വഭാവം അതാ അല്ലെ. നമുക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ പിന്നെ ആരോഗ്യത്തിനെ കുറിച്ച് ഒരു ബോധവും ഉണ്ടാവില്ല. അങ്ങനെ നല്ല രീതിയിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റിനോട് എനിക്ക് നന്ദിയുണ്ട്. കാരണം ഞാൻ കഴിക്കാൻ ആഗ്രഹിച്ചതൊക്കെ കഴിക്കാൻ ഞാൻ കഴിക്കുന്ന രീതി മോശമാണെങ്കിലും കഴിക്കാൻ എനിക്ക് എന്ത് ചെയ്തു വീണ്ടും സഹായിച്ചൊരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ അതിനകത്തുകൂടി ഉള്ളിലുണ്ട്. കാരണം ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ഉപയോഗിക്കാലോ എന്നുള്ളൊരു ചിന്തയും ഉണ്ട്. പക്ഷെ ഈ ഒരു പേടിയും ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മാനസികാവസ്ഥയായിട്ടാണ്. അങ്ങനെ ഈ 3.5 മാസം കഴിഞ്ഞപ്പോ ഞാന് ഈ നെഞ്ഞിരിച്ചിൽ വന്നപ്പോ നമുക്കൊരു ഇത് കിട്ടിയല്ലോ. കാരണം എന്താ വെച്ചാല് 235 രൂപ വാങ്ങിയ ആളോട് നമുക്ക് ചെറിയ ദേഷ്യമുള്ളിലുണ്ട്. അപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് നേരെ ഫാദറിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, എന്ത് മരുന്നാ അത്, നിങ്ങൾ എനിക്ക് 10 ദിവസം ഞാൻ കഴിച്ച് ഇപ്പതാ വീണ്ടും എനിക്ക് ഈ ഒരു നെഞ്ഞിരിച്ചിൽ വരുന്നു. പക്ഷെ ഫാദർ ആദ്യം എറിഞ്ഞു വെച്ചത്, കാരണം നമുക്കറിയാം നമ്മളെ ഈ ഭൂമിയിലേക്ക് പറക്കാൻ കാരണമായിട്ടുള്ളതൊക്കെ നമ്മളെന്താന്നുള്ളത് കൃത്യമായിട്ട് അറിയാലോ. അപ്പൊ അതുകൊണ്ട് ആദ്യം എറിഞ്ഞു വെച്ചതാണ്. അപ്പോഴാണ് എനിക്ക് പ്രശ്നം കിട്ടി. അപ്പൊ ഫാദർ ഒറ്റ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ, ഞാൻ എത്ര ദിവസാനോട് കഴിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊന്ന് ബബ്ബ അടിച്ചു. ഞാൻ പറഞ്ഞു 3 മാസം. എന്നിട്ട് നീ എത്ര കഴിച്ചു എന്ന് ചോദിച്ചു. ഞാൻ ഒരു ബോട്ടിൽ കൊണ്ട് ഇത്രയൊക്കെ എനിക്ക് ആശ്വാസം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് നെഞ്ഞരിച്ചിൽ ഇനി വേണ്ട, അത് ഞാൻ ഉറപ്പിച്ചാണ്. വേറൊരു
പ്രൊഡക്റ്റും എനിക്ക് ഇത്രയും ഗുണവും തന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ നെഞ്ഞിരിച്ചിൽ ഇനി തിരിച്ചു വന്നാൽ പഴയ അവസ്ഥയിലേക്ക് പോകാനൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഇത് കഴിച്ചങ്ങ് മരിച്ചാലും വേണ്ടില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോവാണ്, 3 മാസം കഴിക്കാൻ പോവാണെന്നുള്ളൊരു ചിന്ത വന്ന്. പക്ഷെ എനിക്ക് എപ്പോഴും സാമ്പത്തിക സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും പിന്നെ കുറച്ച് പിശുക്കനായതുകൊണ്ടും ഞാൻ ആ സമയത്ത് ഫാദറിനോട് പറഞ്ഞു, പക്ഷെ 215 രൂപയ്ക്കൊന്നും എന്നെ കൊണ്ട് എന്ത് ചെയ്യൂല, ഇത് പിന്നെ 3 മാസം തുടർച്ചയായിട്ട് വാങ്ങിക്കാൻ കഴിയൂല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പൊ അതിന് വല്ല പറയുമ്പോ നിങ്ങൾ വല്ലതും കുറച്ച് തരുമെന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ ഫാദർ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ പുള്ളി പറഞ്ഞ് അതിനെന്താ, കാരണം ഞാൻ നേരിട്ട് പറഞ്ഞാല് എന്ത് ചെയ്യൂല, ഐഡിയ അടിക്കൂല എന്ന് പുള്ളിക്ക് നല്ലോണം അറിയാം. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സൂത്രം കൂടിയാണ് അത്, അദ്ദേഹത്തിന്റെ അപ്ലൈൻ വഴി കൂടി ഉണ്ടായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഫാദർ എന്ത് ചെയ്തു, ഈ കാര്യങ്ങൾ പറഞ്ഞു, ഇത് ചെയ്യാൻ വേറെ പ്രയാസമൊന്നുമില്ല, നീ കാര്യങ്ങൾ ഒരു ഐഡിയ ഒക്കെ അടിച്ച് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് എനിക്ക് 1 രൂപ പോലെ ഈ ലാഭം തരണ്ട, ഹോൾസെയിൽ വിലയ്ക്ക് നേരിട്ട് പോയി നിനക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മനസ്സിൽ ഇട്ടുകൊട്ടുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഐഡി ക്രിയേറ്റ് ചെയ്ത് അപ്പോഴും ഞാൻ മുഴുവൻ പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഐഡിയിൽ എന്ത് ചെയ്തു, ഈ ലിവഗിന് വാങ്ങി 3 മാസം ഉപയോഗിച്ചു. ആ 3 മാസം കൃത്യമായിട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്ന ഈ സമയം വരെ ദൈവം സഹായിച്ച് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് നെഞ്ഞു തട്ടി പറയാൻ പറ്റും. ആ 3 മാസം കൃത്യമായ ഉപയോഗം പരിപൂർണമായിട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ, നാളത്തെ കാര്യം എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ എന്ത് തന്നെ ആയാലും ഇന്ന് വരെ എനിക്ക് നിങ്ങളോട് വളരെ സത്യസന്ധമായ ആത്മാർത്ഥത്തിൽ പറയാൻ പറ്റും, ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ 3 മാസത്തെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കോൺഫിഡൻസ് കൂടി. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു 15 രൂപ 16 രൂപ മുടക്കി മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങിക്കാൻ ഞാൻ തയ്യാറായി. കാരണം ഈ പ്രൊഡക്റ്റിലൂടെ എനിക്ക് ബോധ്യപ്പെട്ട് ഉൽപ്പന്നം മോശമില്ല, എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ല, പ്രശ്നവും ഇല്ല, ഇന്നുവരെ ആരോഗ്യത്തിനൊരു കുഴപ്പവും പിന്നീട് ഉണ്ടായിട്ടില്ല. അലോപ്പതി വൈദ്യരുടെയും ഡോക്ടറുടെയും അടുത്ത് പോയിട്ട് കാലം കുറേയായി. ഇതിനൊക്കെ പ്രപഞ്ച ശക്തിയോട് നന്ദി മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്നതിലാണ്. കാരണം ആരോഗ്യമോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയോ ഒന്നുമല്ല നമ്മുടെ ആയുസ് നിർണ്ണയിക്കുന്നത്, അതിൽ പല ഘടകങ്ങളും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആരോഗ്യമായാലും ആരോഗ്യത്തിന്റെ രീതിയിൽ എനിക്ക് ഒരു ആത്മവിശ്വാസം വന്നു. കാരണം എനിക്കിനി ശാരീരികപരമായിട്ടുള്ള വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ഒറ്റ പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ വന്നതോടുകൂടി ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാനും അത് മറ്റുള്ളവരെ കാരണം നമുക്ക് ഗുണം ചെയ്ത ഒരു സംഗതിയാണല്ലോ. അപ്പൊ അത് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 ഐഡിയയിൽ ഞാൻ ഒരു 16,000 രൂപ എന്ത് ചെയ്തു, മുടക്കിക്കൊണ്ട് ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അന്നാണ് ഈ ബിസിനസ് ആയിട്ട് ഇത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ ആ 16,000 രൂപ വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഈ 16,000 മുടക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ആദ്യത്തെ STB ആയിട്ടുള്ള 450 രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ആരോഗ്യം മാത്രമല്ല സാമ്പത്തികമായിട്ടും നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുതരാൻ പറ്റിയ നല്ലൊരു മേഖലയാണ്. കാരണം പതുക്കെ അവനൊന്നും എനിക്ക് ഇതിന്റെ സിസ്റ്റം മനസ്സിലാവുന്നില്ല, ഇതിന്റെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ എങ്കിൽ പോലും എനിക്ക് അങ്ങനെ കുറെ ആത്മവിശ്വാസങ്ങൾ പതുക്കെ പടിപടിയായിട്ട് ലഭ്യമാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ബിസിനസ് ഒരു ഹോം മീറ്റിംഗ് നടത്തി എന്റെ തൊട്ടയൽപക്കത്ത് പരിചയത്തിലുള്ള ആളുകളെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് അവിടെ വെച്ച് എന്റെ അപ്ലൈൻ ആയിട്ടുള്ള മുക്കം സ്വദേശി ഉമ്മർ സാറ്, അതുപോലെ എന്റെ ഫാദർ എല്ലാവരും വന്നു. വാങ്ങിച്ച ഉൽപ്പന്നങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ഒരു ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് അയൽവാസികളായ 2 പേര് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ പ്രവർത്തിച്ച് ഇന്ന് ഞാൻ ഈ ഒരു മേഖലയിൽ DTC എന്ന് പറയുന്ന റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ താഴെ STB ആയിട്ട് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ ഈ ബിസിനസ് വഴി ഇന്ന് സാധിച്ചു. ഒരുപാട് വ്യക്തികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തികമായിട്ട് ഒരുപാട്, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല സ്ത്രീകളും കൂടെ വന്ന് അവര് റീറ്റെയിലൂടെയും അതുപോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കും
ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായി. ഇന്ന് അത്യാവശ്യം നല്ലൊരു ടീമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നമ്മള് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണോ നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ അപ്ലൈ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാള് നമ്മളോട് പറയുന്നത്, വളരെ വ്യക്തമായിട്ട് കേൾക്കണം. നമ്മൾ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാള് എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമുക്ക് വലിയ മടിയുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ. ഉദാഹരണമായിട്ട് ആദ്യം വരുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ മടിയായിരിക്കും, അതിന്റെ വില കേൾക്കുമ്പോൾ മടിയായിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ മുന്നനുഭവങ്ങളിൽ നിന്നാണ്. ചൂടുവെള്ളത്തിൽ വീണ് കിടക്കുന്ന, പല വിഷയത്തിലും ചൂടുവെള്ളത്തിൽ വീണ് കിടക്കുന്ന പൂച്ചയായിരുന്നു ഞാനും. അപ്പൊ പച്ചവെള്ളം കൊണ്ടുവന്നപ്പോൾ ഞാനും പേടിച്ചത് ചൂടുവെള്ളമാണോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇതിനുള്ള മനോഭാവം മാറ്റുക എന്നുള്ളത്. ലോകത്ത് പലതരം ആളുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല ആളുകൾ പറയുന്നത് ഏറ്റവും നല്ല മനോഭാവമുള്ള ആളുകളാണെന്ന്. മനസ്സിന്റെ ഭാവം നന്നായിരിക്കും, അതിനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഈ ബിസിനസിന്റെ ABCDകൾ നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടാവും. ആ ABCDയിൽ ആദ്യത്തെ അക്ഷരമാണ് A എന്നുള്ളത്, ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ കാര്യത്തിലൂടെ നമ്മൾ കൊണ്ടു നടക്കുക. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ് തുടക്ക കാലഘട്ടങ്ങളിൽ എന്നെ ഒരുപാട് നഷ്ടങ്ങളിലേക്ക്, സമയനഷ്ടങ്ങളിലേക്കൊക്കെ നയിച്ചത് എന്നുള്ളത് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ തിരിച്ചറിവ് വൈകി കഴിഞ്ഞാൽ ആ നഷ്ടം നമുക്ക് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പൊ എത്രയും പെട്ടെന്ന് തിരിച്ചറിവ് ഉണ്ടാവുകയും നമ്മുടെ മനോഭാവം പോസിറ്റീവാക്കി മാറ്റുകയും ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. കാരണം സക്സസ് എന്നുള്ള കാര്യം, വിജയം എന്നുള്ളൊരു കാര്യം, അത് നമ്മളുടെ ആരുടെയും നിർവചനത്തിൽ ഒതുക്കുന്ന ഒരു കാര്യമല്ല. കാരണം വിജയം ഒരു തുടർച്ചയാണ്. മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക്, ആരോഗ്യപരവും സാമ്പത്തികപരവുമായ മെച്ചപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഒരു തുടർച്ച മാത്രമാണ് വിജയം. ആത്യന്തികമായ ഒരു വിജയം നമുക്ക് ആർക്കും തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷെ വിജയം നിരന്തരം എന്ത് ചെയ്യാൻ, ജീവിതത്തിൽ ആവർത്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ആരോഗ്യപരമായും സാമ്പത്തികമായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, മറ്റുള്ളവർക്ക് നമ്മൾ നല്ല മനുഷ്യരായിട്ട്, അതുപോലെ തന്നെ അവർക്ക് ഉപകാരമുള്ള ആളായിട്ട്, നമുക്ക് തന്നെ സ്വയം ഉപകാരപ്പെടുന്ന ആളായിട്ടൊക്കെ നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടോ, അത് തന്നെയാണ് വിജയം. അപ്പം ഈ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യത്തെ മന്ത്രമാണ് നമ്മുടെ മനോഭാവം നന്നായിരിക്കുക എന്നുള്ളത്. അപ്പം ആ ചിന്ത നമ്മുടെ മനസ്സ് തുറന്നു വയ്ക്കുക. കാരണം ഭൂമിയിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം വിശാലം നമുക്കിന്നും ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രത്തോളം വിശാലാണ് എന്താണ് അതിന്റെ അവസ്ഥകൾ എന്നുള്ളത്. അപ്പം അതിനേക്കാളും നമുക്ക് ഏത് രീതിയിലും വിശാലമായിട്ട് കൈമുതലുള്ള ഒരു സാധനമാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത്. പക്ഷെ പല ആളുകളും അത് എന്ത് ചെയ്യാണ്, അടച്ചു പൂട്ടിയിടുകയാണ്. ഇതാണ് നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം. അതിനെ തുറന്നിട്ടേക്കുക. ആ തുറന്നിടലും നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മെച്ചങ്ങൾ, വലിയ നേട്ടങ്ങൾ നമ്മൾ തേടിയെത്തുന്നുള്ള ഒരു സംശയവുമായിട്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ നമ്മൾ എപ്പോഴും ഓർക്കുക, അതാണ് ഇതിന്റെ ബേസ്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മോശം മനോഭാവങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറാകുന്നത്, അതോടുകൂടി നിങ്ങൾ വിജയിച്ചു തുടങ്ങിയത് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ബിസിനസ്സിൽ. രണ്ടാമത്തെ കാര്യമാണ് ബിലീഫ്. നിങ്ങൾക്കറിയാം വിശ്വാസം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത്. ABCDയിലെ ബിലീഫ്. എങ്ങനെയാ വിശ്വാസം ഉണ്ടാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ അനുഭവം ഞങ്ങളോട് പറഞ്ഞു. വിശ്വാസം ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ വായ വഴിയല്ല, നമ്മുടെ മനോഭാവം മാറി നമ്മൾ ഈ ബിസിനസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ച്, അല്ലെ, നമ്മുടേതായിട്ട് രീതിയിൽ. കാരണം ഈ ബിസിനസ്സിലേക്ക് പല ആളുകളും പല രീതിയിലും കടന്നു വരുന്നവരുണ്ട് എന്നാ പറയാം. പ്രൊഡക്റ്റിന്റെ ഗുണം കൊണ്ട് കടന്നു വരുന്നവരുണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റ്മെന്റ് കൊണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ പറയാറുണ്ടല്ലോ. ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നു വരിക, മനസ്സിലാക്കി കടന്നു വരിക എന്നുള്ളത്. മനസ്സിലാക്കാൻ നമ്മൾ സമയം കളയരുത്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ മുൻപിൽ ഉള്ളത് നമ്മൾ ഏറ്റെടുത്ത് എന്ത് ചെയ്യണം, പഠിക്കണം, നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം മനസ്സിലാക്കൽ പെട്ടെന്ന് നടക്കും. അപ്പൊ ഈ മനസ്സിലാക്കൽ പെട്ടെന്ന് ഉണ്ടായാലുള്ള ഒരു ഗുണമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം കൂടും. അപ്പം ആറ്റിറ്റ്യൂഡ് മാറിയാൽ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് വിശ്വാസം കൂടും. ഈ ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക, അതിനുശേഷം വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് മൊത്തത്തിൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലും അതിനെക്കുറിച്ച് പഠിക്കുന്നതിലും അറിയുന്നതിലും ഒക്കെ നിങ്ങൾക്ക് വലിയ മെച്ചങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സംഗതിയുടെ ആ വിശ്വാസം വന്നതോടുകൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ബിസിനസ്സിനോട് കമ്മിറ്റ്മെന്റ് കാണിച്ചത്, ഒരു സമർപ്പണം കാണിച്ചത്, അല്ലെ? ആ വിശ്വാസം നമ്മൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകും.
ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓരോരോ കാര്യങ്ങളല്ല, മനോഭാവം എന്ന് പറയുന്ന ഒരു സംഗതി മാറിയത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ആറ്റിറ്റ്യൂഡ് മാറിയപ്പം വിശ്വാസം വന്നു, വിശ്വാസം മാറിയപ്പം ഈ ബിസിനസ്സിനോട് ഞാൻ കമ്മിറ്റഡ് ആയി. ആ കമ്മിറ്റ്മെന്റ് എന്നെ എവിടെ കൊണ്ടെത്തിച്ചു? എന്റെ അപ്ലൈനിലുള്ള കമ്മിറ്റ്മെന്റ് കൂടിയായി അത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ആരാണ് എന്നെ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് മുന്നോട്ട് നയിക്കുന്നത്? അപ്പം ഒന്ന് എന്റെ ZTC റാങ്കിലുള്ള എന്റെ ഫാദറും, പിന്നെ ഇന്ന് മുക്കത്ത് നമ്മുടെ RTC റാങ്കിൽ പ്രവർത്തിക്കുന്ന ഉമ്മർ സാറും. പലർക്കും പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ലീഡർ ഉമ്മർ പന്നൂർ സാർ ഉണ്ട്, വേറൊരു ഉമ്മർ സാർ മുക്കത്തുണ്ട്. അതാണ് എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ആള്. അപ്പം RTC ലീഡർ ആയിട്ടുള്ള ഉമ്മർ സാറും ഒക്കെയാണ് എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ആ സീരിയസ് ആയിട്ട് ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്ന അവരെ തന്നെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഡ്യൂപ്ലിക്കേഷനാണ് നമ്മുടെ 4ാമത്തെ കാര്യം, D എന്ന് പറയുന്നത്, ABCDയിലെ ഡ്യൂപ്ലിക്കേഷൻ. അവര് പറയുന്ന കാര്യങ്ങള്, എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അനുസരിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോഴാണ് ഈ ബിസിനസിന്റെ നേട്ടങ്ങളും ഈ ബിസിനസ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു മഹത്തായ ബിസിനസിനെ പറ്റി പറയാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് മുബീൻ സാർ ഒരു ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഈ ബിസിനസ് വെറുതെ കിട്ടി, സൗജന്യമായി കിട്ടി എന്നുള്ളതാണ്. ഒരു രൂപ പോലും മുടക്കാതെ നമുക്കൊരു ഐഡിയ കിട്ടി. അതാണ് നമുക്ക് ഇതിന് മൂല്യമില്ലാതായി പോയത്. സാറ് പറഞ്ഞു കേട്ടില്ല, മുബീൻ സാർ പറഞ്ഞിട്ടുണ്ട്, 50 ലക്ഷം രൂപ മുടക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇന്ന് ഈ ബിസിനസ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. കാരണം ഇതിലേറെ ബുദ്ധിമുട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പണം നിക്ഷേപിച്ചിട്ട് ആ ഒരു പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മേഖല 10-15 കൊല്ലവും കൊണ്ട് നടന്ന് നഷ്ടത്തിൽ കലാശിക്കുന്ന ആളുകളുണ്ട് അല്ലെ. നമ്മളിൽ പലരും അങ്ങനെയൊക്കെ ചെയ്ത് നഷ്ടത്തിലായ ആളുകളുണ്ടാവും. എന്നാൽ ഈ മേഖലയിൽ നമുക്ക് 1 രൂപ വേണ്ട. എന്നാലോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ, ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്നത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഇന്റർനാഷണൽ കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇപ്പം മോർണിംഗ് മീറ്റിൽ ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ മീറ്റിംഗിലാണ് നമ്മളുള്ളത്. എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളൊക്കെ ഒരു ഇന്റർനാഷണൽ കമ്പനിയിലെ തൊഴിലാളികളാണ്. ഒരു ഓഫീസിൽ പോയിട്ട്, ഈ കമ്പനിയുടെ ഒരു ഓഫീസിൽ പോയിട്ട് പല ചെയറുകളിലായിട്ട് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അതാണ് ഈ അവസ്ഥ. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. കാരണം അത്രയ്ക്ക് സൗകര്യമാണ് ഈ ബിസിനസ്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ ഇഷ്ടാനുസരണം അല്ലെ, നമ്മുടെ സമയം ഉപയോഗപ്പെടുത്താൻ, നമ്മുടെ കുടുംബത്തെ കണ്ട് കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിച്ച് അത്രയ്ക്ക് സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ മടിയന്മാരെ ആയി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് തിരിച്ചറിവുണ്ടാണ്. കാരണം ഈ ഇരിക്കുന്നതൊന്നും വെറുതെ അല്ല. ഞാൻ എന്റെ വലിയൊരു കമ്പനിയുടെ തൊഴിലാളിയായിട്ട്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് അല്ലെ, ഡിസ്ട്രിബ്യൂട്ടർ ലെവലിലുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ഒരു കസ്റ്റമർ ആയിരിക്കും, അതിനുശേഷം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. കാരണം ഇതിലൊരു ID ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നത്. പക്ഷെ ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആവില്ല. നമ്മളിത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി പറയുന്നത് പോലെ വിതരണം ചെയ്യണം. അപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രധാനപ്പെട്ട കടമ. പക്ഷെ ആ ഡിസ്ട്രിബ്യൂട്ടറിൽ നിൽക്കുമോ നമ്മുടെ ഈ ഒരു മേഖല? ഇല്ല. ഒരു ഡിസ്ട്രിബ്യൂട്ടർ പതുക്കെ ഈ പുതിയ ആളുകളിലേക്ക് നല്ല അവസരം കൊടുത്ത് അവർ അദ്ദേഹത്തെ പോലെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും ലീഡറിനായിട്ട് മാറുക. എന്നാൽ ലീഡറിൽ അത് അവസാനിക്കൂല. ലീഡർ പിന്നീട് എന്ത് ചെയ്യും, അതുപോലുള്ള ഒരുപാട് ലീഡർമാരെ സൃഷ്ടിക്കുമ്പോൾ അയാൾ ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറും. ആ ബിസിനസ്മാൻ നിരവധി ബിസിനസ്മാൻമാരെ അദ്ദേഹത്തിന്റെ ടീമിൽ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അദ്ദേഹം ഒരു ഓണ്ടർപ്രണർ ആയിട്ട് മാറും. അങ്ങനെയുള്ള ഒരു ഓണ്ടർപ്രണർ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് സത്യത്തിൽ ആത്യന്തികമായിട്ട് നമുക്ക് ലൈഫിൽ വിജയിക്കാൻ പറ്റുക. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ന് ആഴ്ച വരുമാനം അല്ലെ, എത്ര പേർക്ക് അത്, എനിക്കത് പരിപൂർണമായിട്ട് വിശ്വാസമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ആഴ്ചയിൽ നിരന്തരം വരുമാനം തരും. നിങ്ങളുടെ റീറ്റെയിൽ ലാഭത്തിന്റെ പുറമെ വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ തരുന്നതിന്റെ പുറമെ നിങ്ങൾക്ക് ഒരാഴ്ച വരുമാനവും. നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ 3750 BV മാച്ച് ചെയ്യിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും ഒരാഴ്ച എന്നുണ്ടെങ്കിൽ കമ്പനി 450 രൂപ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ സ്ഥാനത്ത് അത് 17.5 ലക്ഷമാക്കി മാറ്റാൻ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി സെയിലിംഗ് അമൗണ്ട് നിങ്ങൾക്ക് തരും. ആ സെയിലിംഗ് അമൗണ്ട് വാങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തായാലും ഞാനും അതിനുള്ള ശ്രമത്തിലാണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ ഉണ്ടാവണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം
ആശംസിച്ചുകൊണ്ടും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ടും വലിയ വിജയങ്ങൾ നേർന്നുകൊണ്ടും, കാരണം എൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സമയം ഉപയോഗിച്ച് കാര്യങ്ങളിൽ തിരിച്ചറിവുള്ളവരായിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഈ വാക്കുകൾ അതിനുള്ള ഒരു മുതൽക്കൂട്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ നന്മകളും വിജയങ്ങളും ഉണ്ടായി കാണാൻ എനിക്ക് ഈ വാക്കുകളുടെ ഒരു പ്രതിഫലമായിട്ട് ഭാവിയിൽ നിങ്ങൾ എല്ലാവരും വലിയ വിജയങ്ങളിൽ എത്തിച്ചേർന്നു, അതിന് എൻ്റെ വാക്കുകൾ ഒരു കാരണമായി തീർന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയൊരു ഫീഡ്ബാക്ക് എന്നുള്ളത്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നേട്ടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരം, ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്തായി സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള അവസ്ഥ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. എന്തായാലും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് തന്ന നിങ്ങളുടെ ലീഡേഴ്സിന്, അതുപോലെ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന, ക്ഷമയോടുകൂടി കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. ജയ് ഹിന്ദ്. താങ്ക് യു.